ശ്രീ സദാശിവനാണ് ചാലക്കുടിയിൽ നിന്നും. ശ്രീ സദാശിവൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതുവരെയും മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, ആരോപണം വരുന്നു, ചില ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റുമാരും ഉദ്യോഗസ്ഥരുമൊക്കെ അറസ്റ്റിലാവുന്നു. അപ്പോഴൊന്നുമില്ലാത്ത പൊള്ളൽ ചിലർക്ക് ഇപ്പോൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ജസ്റ്റിസ് പരിപൂർണനെ പറ്റി താങ്കൾ പറഞ്ഞത് തെറ്റാണ്. പരിപൂർണൻ പട്ടരാണ്. താഴമൻ തന്ത്രി നമ്പൂരിമാരുടെ വിധിയില് ഗണപതി ഹോമത്തിന് സ്ത്രീ സൂക്തമോ പുരുഷ സൂക്തമോ ഒന്നും ചെല്ലാറില്ല. അവർ ദക്ഷിണ മേടിക്കുമ്പോൾ ആശീർവാദവും പറയാറില്ല. അതൊക്കെ ഞങ്ങൾ പട്ടന്മാരുടെ പതിവാണ്. അത് ജസ്റ്റിസ് പരിപൂർണന് തെറ്റുപറ്റിയതാണ്. അദ്ദേഹം ഒരു ജഡ്ജിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആചാരങ്ങൾ പഠിക്കാണ്ട് റിപ്പോർട്ട് ചെയ്ത് വെച്ചു പാവങ്ങളെ പറ്റി. ശ്രീ സദാശിവൻ, ഈ ഇത്തരം മന്ത്രങ്ങളിലും ആചാരക്രമങ്ങളിലും ഒക്കെ എന്തായാലും ജസ്റ്റിസ് പരിപൂർണന്റെ അറിവുള്ള ആളല്ല ഞാനാൻ. അതുകൊണ്ട് എനിക്ക് എന്തായാലും ജസ്റ്റിസ് പരിപൂർണനെ പോലെ ഇന്ത്യ അംഗീകരിക്കുന്ന ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന ഈ വിഷയത്തിലൊക്കെ അത്യഗാധമായ പാണ്ഡിത്യമുള്ള ഒരാൾ പറയുന്നതിനെ എന്തായാലും തൽക്കാലം നിഷേധിക്കാൻ എനിക്കാവില്ല. താങ്കൾക്ക് വേണമെങ്കിൽ അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ പറയാം. അല്ല, താങ്കൾക്ക് നിഷേധിച്ചോളാം. താങ്കൾക്ക് നിഷേധിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. എനിക്ക് അദ്ദേഹം പറയുന്നതിനേക്കാൾ അപ്പുറത്തെ അറിവ് ഈ വിഷയത്തിലില്ല. അതുകൊണ്ട് എനിക്ക് ആ വിഷയത്തിൽ തർക്കിക്കാനും ഇതിനെപ്പറ്റി വേണ്ട വിവരമുള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ രണ്ടു കൂട്ടരുടെ ആചാരം പഠിച്ചിട്ടുള്ള ഒരാളാണ്. അല്ലെ, സംസ്കൃതം അറിയേണ്ട കാര്യമില്ലേ ശബരിമല തന്ത്രിക്ക്? അല്ല, ചിലരോട് ചോദിച്ചാൽ അറിയില്ല എന്നേ പറയുള്ളൂ. തോന്നും പറയും നമ്പൂരിമാരെ തോന്നും. അല്ല, എന്റെ സംശയമാണ്, ഈ ശബരിമല തന്ത്രിക്ക് സംസ്കൃതം അറിയണ, മന്ത്രങ്ങൾ സംസ്കൃതത്തിലാണല്ലോ എന്തായാലും, ആ മന്ത്രങ്ങൾ അങ്ങനെ സംസ്കൃതം അറിയേണ്ട കാര്യമില്ല. സംസ്കൃതം പഠിക്കാണ്ട് മന്ത്രം ചെല്ലാൻ പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ശബരിമല തന്ത്രിക്ക് ഒരു മന്ത്രം പോലും അറിയില്ലായിരുന്നു? സംസ്കൃതം അറിയുമെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്നാണ് മറുപടി പറയുന്നത്. എഴുതിയത് ജസ്റ്റിസ് പരിപൂർണനാണ്. അറിയില്ല എന്ന് പറഞ്ഞാലോ, പരിപൂർണൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അല്ല, എങ്കിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ശ്രീ സദാശിവൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അറിവുള്ള ആളായിരിക്കും, അതുകൊണ്ട് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എൻ്റെ ഒരു സംശയമാണ്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജി ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ, അല്ല ഞാൻ ചോദിച്ചോട്ടെ ഒരു മിനിറ്റ്, അങ്ങനെ എഴുതുമ്പോൾ ഇത് തന്ത്രി കുടുംബത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ്, അങ്ങനെ എനിക്ക് സംസ്കൃതം അറിയാം, അത് തെറ്റായ കാര്യമാണെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കേണ്ടേ? അങ്ങനെ സമീപിച്ചിട്ടില്ലല്ലോ. അല്ല, അതൊക്കെ അവരുടെ കാര്യം. അതെ, അത് അതിനെപ്പറ്റി പഠിക്കാനാണ് അദ്ദേഹം അത് എഴുതിയേക്കണേ. ഇതുപോലെ ഫ്രണ്ട്സ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് പത്മനാഭസ്വാമിയുടെ അമ്പലത്തിലേക്ക് വേറൊരാളെ സുപ്രീം കോടതിയിൽ നിന്ന് അയച്ചിരുന്നു. അദ്ദേഹം അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സുപ്രഭാതം, തിരുപ്പതിയിലത്തെ സുപ്രഭാതം ചെല്ലാൻ ആജ്ഞാപിച്ചു. അതവിടെ ചെല്ലാൻ പാടില്ല. ശബരിമലയിലെ വിഷയം പറയും. ചെല്ലിച്ചു. അല്ല, ഫ്രണ്ട്സ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ ക്ഷേത്രത്തിൽ നമുക്ക് അത്ര വിശാലമായി ചർച്ച ചെയ്യാൻ സമയമില്ല. സി സദാശിവൻ, ഞാനത് ചോദിച്ചു, എന്റെ ഒരു സംശയം ചോദിക്കുന്നതാണ്. ഈ തന്ത്രി ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ ജനിച്ചു എന്നതിനപ്പുറത്തേക്ക് തന്ത്രമന്ത്രങ്ങളിൽ ഇവർക്ക് അറിവുണ്ടോ എന്ന് ഏതെങ്കിലും പരീക്ഷ നടത്തുകയോ, അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും ആ രംഗത്ത് വിജ്ഞാനമുള്ളവർ, ആ രംഗത്ത് യോഗ്യതയുള്ളവർ പരീക്ഷിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തന്ത്രവിദ്യാപീഠത്തിന് സമീപിക്കുക. നമ്പൂരിമാരുടെ അവർ പറഞ്ഞു തരും കാര്യങ്ങൾ. അങ്ങനെ തന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ചതിന്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ ഈ കണ്ഠരര് രാജീവരും കണ്ഠരര് മോഹനും മഹേശ്വരും ഒന്നും അവിടെ തന്ത്രിയായത്. നിങ്ങൾക്ക് താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംശയം ഉണ്ടെങ്കിൽ തന്ത്രവിദ്യാപീഠത്തിൽ ചോദിച്ചാൽ പറഞ്ഞു. സദാശിവൻ, അതല്ല എന്റെ ചോദ്യം. തന്ത്രം പഠിക്കാണ്ട് ഇവരാരും തന്ത്രം പഠിക്കാണ്ട് അമ്പലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കർമ്മങ്ങൾ നിങ്ങൾക്ക് ഇപ്പോ ചാനലിലൊക്കെ കാണാമല്ലോ. ആ കർമ്മങ്ങളൊന്ന് വാച്ച് ചെയ്യുക. വേറെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളും സദാശിവൻ, താങ്കൾ ആ റിപ്പോർട്ട് വായിച്ചാണ്. അപ്പോൾ റിപ്പോർട്ട് എന്ത് മന്ത്രമാണ് ചെല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടിയായിട്ട് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എനിക്കറിയാവുന്ന വേറെ ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതൊക്കെയാണ് ചെല്ലുന്നതെന്നാണ് പറഞ്ഞത്. അതെ, അത് നമ്പൂരിമാരുടെ വഴി അതാണ്. ഞങ്ങൾ പട്ടന്മാരുടെ വഴിയല്ല. അത് നമ്പൂരിമാരുടെ വഴി ഗണപതി ഹോമം അങ്ങനെയാണ് നമ്പൂരിമാര് ചെയ്യണം. താങ്കൾ പറയുന്നത് അവർക്ക് സംസ്കൃതം അറിയാം, പക്ഷേ തന്ത്രമന്ത്രങ്ങളെല്ലാം അറിയാം എന്നാണ്. പക്ഷേ ജസ്റ്റിസ് പരിപൂർണൻ ഇത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അദ്ദേഹം എഴുതിയെന്ന് അല്ലേ? അല്ല, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാണ്ട് എന്തോ ഒരു കൺക്ലൂഷനിൽ എത്തിയതാണ്. ഞാൻ അദ്ദേഹത്തിനെ പറ്റി ഇപ്പൊ വിമർശിക്കാൻ ആളല്ല, കാരണം ആ കാര്യം കഴിഞ്ഞു പോയി. അത് ഇവര് വേണം, എന്റെ അടുത്ത ഒരു സംശയം കൂടി. അന്ന് പേപ്പറിൽ അനവധി നമ്പൂരിമാര് അതിനെപ്പറ്റി. എന്റെ ഒരു ചെറിയ സംശയം കൂടി. അപ്പോൾ ഈ തന്ത്രമന്ത്രങ്ങളൊക്കെ അറിവ് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ തന്ത്രി വിദ്യാപീഠത്തിലൊക്കെ പഠിച്ച് അതിന്റെ യോഗ്യതയൊക്കെ നേടിയെന്ന് പരീക്ഷണം നടത്തി, ആ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇവരെയൊക്കെ തന്ത്രിമാരാക്കുന്നത്? അതെ, നിങ്ങൾക്ക് അതൊന്ന് രാജീവരോട് തന്നെ നേരിട്ട് ചോദിക്കാലോ. നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതല്ലേ ഉള്ളൂ. എനിക്ക് മന്ത്രതന്ത്രങ്ങളെ കുറിച്ച് അറിയില്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളെ കൂടെ നിർത്തിയിട്ട് അറിയാവുന്ന ഒരാളാണ് ഈ ജസ്റ്റിസ് പരിപൂർണൻ, അദ്ദേഹമാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് അറിയാവുന്ന ഒരാളെ കൂടെ നിർത്തുക. എന്താണ് നിങ്ങളുടെ ആചാരങ്ങള്?
എന്താണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്ന് അങ്ങേക്ക് ചോദിക്കാലോ. അതില്ലാണ്ട് അവിടെ അത് പറഞ്ഞു ഇവിടെ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ അറിയാണ്ട് കുറ്റം പറയാൻ പാടില്ല. ശ്രീ സദാശിവൻ, അത് ഞാൻ അങ്ങനെ കാര്യം പറയാതെ അല്ല. കാര്യം അതല്ല നമ്മൾ സദാശിവൻ, ഞാനല്ല ഇതൊന്നും പറയുന്നത്. ഇത് പറയുന്നത് ഇന്ത്യയിൽ തന്നെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന, ഇന്ത്യയിൽ തന്നെ ഈ രംഗത്ത് ഏറ്റവും അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനാണ് ചോദ്യങ്ങൾ ചോദിച്ച് ആധികാരികമായ റിപ്പോർട്ടിൽ ഇത് എഴുതിയത്. അതെ, ഏത് ജഡ്ജിയുടെയും ജഡ്ജ്മെന്റ്സ്, റിപ്പോർട്ടുകൾ ഇതൊക്കെ ക്വസ്റ്റ്യബിൾ ആണ്. അല്ല, ആത്മാഭിമാനമുള്ള ഒരാളാണെങ്കിൽ അതിനെതിരെ കോടതിയെ സമീപിക്കില്ലേ? അതൊക്കെ അവരുടെ കാര്യം. അത് തന്ത്രി കുടുംബത്തിന്റെ കാര്യം. അവരത് ചെയ്തില്ലെങ്കിൽ അത് അവരുടെ മെച്യൂരിറ്റി. അല്ലെങ്കിൽ മെച്യൂരിറ്റി ആവുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിനെതിരെ തീരെ മോശപ്പെട്ടതല്ലേ എഴുതിയത്? സാധാരണ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പോലും അറിയാത്ത ഒരാൾ, അത്രത്തോളം ദുർബലനായ ഒരാളാണ് ഈ തന്ത്രിയായിട്ടിരിക്കുന്നതെന്ന് ജസ്റ്റിസ് പരിപൂർණ എഴുതി വെച്ചാൽ അതിനെതിരെ കോടതിയിൽ പോകണ്ടേ? എന്നിട്ട് അന്ന് പത്രവാർത്തകളിലെ എന്തിനാ അത് കോടതിയിൽ പോണത്? അന്ന് പത്രവാർത്തകളിൽ മുഴുവൻ നമ്പൂരിമാര് ഇതിനെപ്പറ്റി എഴുതിയിരുന്നു. അന്നത്തെ പത്രവാർത്തകൾ അങ്ങെടുത്ത് നോക്കൂ, ഇതേപറ്റി ഭംഗിയായിട്ട് എഴുതിയിരുന്നല്ലോ. സദാശിവൻ, ചരിത്രം എങ്ങനെയാണ് വായിക്കുന്നത്? ശബരിമലയെ കുറിച്ച് ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയുടെ വരുന്നത്, ആ റിപ്പോർട്ടിലെ കാര്യങ്ങളല്ലേ ചരിത്രത്തിൽ ആധികാരികമായി നിൽക്കുന്നത്? അല്ലാതെ പത്രമാധ്യമത്തിൽ ആരെങ്കിലും വിയോജനക്കുറിപ്പ് എഴുതിയതാണോ ആധികാരികമായി നിൽക്കുന്നത്? തന്ത്രി ഒരു കോൺട്രാവേഴ്സിയിൽ പെട്ടതിനെ പറ്റിയാണ് അത്, ആ ഒരു റിപ്പോർട്ട്. ശബരിമലയെ പറ്റിയല്ല. ഇനി ശബരിമലയെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഈ വെള്ളിയാഴ്ച വൈകുന്നേരം അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് മെഡിക്കൽ നടത്തിയിട്ട് നേരെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുക, ശനി ഞായറും പിടിച്ച് ജയിലിലിടാമല്ലോ. ഇത് പതിവായിട്ട് നമ്മുടെ നാട്ടിൽ പോലീസ് ചെയ്യണതാണ് ഇല്ലേ? ഇതിപ്പോ പിണറായി വിജയന്റെ വൈരാഗ്യം തീർത്തതാണ്. എന്തിനു വേണ്ടിയിട്ട് സ്ത്രീ പ്രവേശന തന്ത്രിമാരെ എതിർത്തു. ഈ വൈരാഗ്യം തീർത്തതായിട്ടാണ് എനിക്ക് തോന്നണത്. അല്ലാണ്ട് ഞാൻ എന്റെ അതേ സംശയം കൂടി തന്നെ ചോദിക്കുകയാണ്. ഇവർക്ക് താന്ത്രിക അവകാശം കിട്ടുന്നത് കുടുംബപരമായി കിട്ടുന്നതല്ല, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതൊന്നും അല്ലല്ലോ. അതെ, കുടുംബപരമായിട്ട് അതാത് ക്ഷേത്രങ്ങൾക്ക് താന്ത്രികാവകാശം വിധിച്ചിട്ടുണ്ട്. അതും വെച്ചിട്ട് അവർക്ക് കിണ്ടിയും വെള്ളം എടുത്തിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റില്ല. അത് വലിയ പരാതി ഉണ്ടാക്കും, വലിയ തെറ്റും ചെയ്യും. അത് അവരുടെ കുടുംബത്തെ ബാധിക്കുകയും ചെയ്യും. ഇതൊന്നും ദേവന്റെ വിഗ്രഹത്തിൽ തൊട്ട് കളിക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കണ അത്ര ഈസി അല്ല അത്. ആ ചടങ്ങുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അങ്ങ് അതിന് വിമർശിച്ചാൽ നടക്കുമോ? ശബരിമലയിലെ സ്വർണ്ണ മോഷണം ഈ തന്ത്രി അറിയാതെ നടക്കുമോ? എനിക്ക് അതെ, അത് പോലീസ് തെളിയിക്കട്ടെ. ഇതൊരു വെല്ലുവിളിയായിട്ടാണ് നിങ്ങൾ എടുത്തോളൂ. പോലീസ് തെളിയിക്കട്ടെ ആ മഹാഭാവം. മന്ത്രിയുടെ അടുക്കൽ ചെല്ലുവോ, തന്ത്രിയുടെ അടുക്കൽ ശബരിമലയെ പറ്റി നമ്മൾ കഴിഞ്ഞ മാസം ബാബർപള്ളിയെ പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശബരിമലയിലോ മറ്റേ എവിടെയാ ഒരു ദിക്കിലും ഇപ്പൊ ഒറിജിനൽ വിഗ്രഹങ്ങളില്ല. ആകെ ഉള്ളത് അച്ചൻകോവിലിൽ മാത്രമാണ്. ഒറിജിനൽ വിഗ്രഹമൊക്കെ അവിടെ പോയി. 52-ൽ ശബരിമല മാത്രമായിട്ട് തീപ്പെട്ടത് എങ്ങനെ? ഒരു ദിവസം രാത്രി അതേമാതിരി ഗുരുവായൂർ തീപ്പെട്ടു ഇല്ലേ? നടക്കില്ലല്ലോ. ഏത് തന്ത്രി എങ്ങനെ അറിയും? തന്ത്രി എല്ലാം അറിയും. തന്ത്രി ദൈവമായിട്ടൊക്കെ ദൈവഹിതമൊക്കെ അറിയുന്ന ആളുകളല്ലേ. അപ്പോൾ ഇത്ര വലിയ മോഷണം നടന്നെങ്കിൽ തന്ത്രി അറിയില്ലേ? അതൊക്കെ തന്ത്രി അത് കോടതിയിൽ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ പറഞ്ഞോട്ടെ. ഞാൻ പറയണത് നിങ്ങൾ മനസ്സിലാക്കൂ. ഗുരുവായൂരമ്പലം ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം. അല്ല, സമയം വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ശബരിമല അമ്പലം വന്ന് 12 തമ്പുരാന്മാരുടെ ആയിരുന്നു. ആ അമ്പലം കത്തിപ്പോയാൽ തമ്പുരാന്മാരെ തിരിച്ചേൽപ്പിക്കണോ, ദേവസ്വം ബോർഡിലേക്ക് എടുത്ത് വിഴുകണോ? എന്താ ചെയ്യേണ്ടത്? ഈ തന്ത്രിമാർ എന്താണ് അവിടെ വന്നത്? ഞാൻ ചോദിച്ചത് തന്ത്രിമാരുടെ കാര്യമല്ല നമ്മൾ ഒതുക്കി എടുത്തു ഇല്ലേ? ഇതുപോലെ ഇവിടെ പത്മനാഭസ്വാമിയുടെ അമ്പലത്തിലെ മുതൽ ഇവിടെ നടക്കുന്നത് വേറെ കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു, വേറെ കാര്യങ്ങളാണ്. താങ്കളൊന്ന് കേൾക്കൂ. ഈ തന്ത്രിമാർ എന്നാണ് ശബരിമല അമ്പലത്തിൽ വന്നത്? എനിക്കറിയില്ല. എന്റെ അറിവില് 2300 കൊല്ലത്തെ റെക്കോർഡ്സ് ഉണ്ട്. 2300 കൊല്ലത്തെ ചരിത്രമൊന്നും തന്ത്രിമാർക്കില്ല. അത് ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ പരമാവധി പോലെ 1.25 നൂറ്റാണ്ടിൽ താഴെയുള്ള ചരിത്രം മാത്രമേ തന്ത്രിമാർക്ക് ശബരിമല അമ്പലവുമായി താഴ്മൺ കുടുംബത്തിനുള്ളൂ. അല്ലല്ല, 2300 കൊല്ലത്തെ റെക്കോർഡ്. അത് എവിടെയാണ് 2300 കൊല്ലം? അവിടെ മലയരന്മാർ കാരണത്തിനുള്ളിലാണ് ക്ഷേത്രത്തിൽ താഴ്മൺ കുടുംബത്തിൽ എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്? ആങ്ങാമൂഴിന്ന് അവർ ഇപ്പോഴത്തെ മാറി താമസിക്കുന്ന റെക്കോർഡ്സാണ് ഞാൻ വായിച്ചറിവേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അവരായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. എനിക്ക് വായിച്ചറിവേ ഉള്ളൂ ഇതിനെപ്പറ്റി.
നിങ്ങൾക്ക് അപ്പൊ താങ്കൾ പറയുന്നത് ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഈ തന്ത്രിമാർക്ക് പങ്കുണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഒരു പങ്കുമില്ല. ഉണ്ടെങ്കിൽ പോലീസ് തെളിയിക്കട്ടെ. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ തന്ത്രിമാർ അറിയില്ലേ മോഷണം നടന്ന് ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് അവർ അറിഞ്ഞില്ലേ? എന്റെ ചങ്ങാതി ഇത് അറിഞ്ഞാലും പറഞ്ഞാലും എന്ത് കാര്യം? അറിഞ്ഞെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യണ്ടേ ഇങ്ങനെ മോഷണം നടന്നിട്ടുണ്ടെന്ന്? അവര് പറയണത് ആര് കേൾക്കും? ഒരു മൂലയ്ക്ക് ഇരുത്തിയേക്കല്ലേ. അവർക്ക് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? അവർക്ക് അവരെ പരസ്യമായി ചാനലുകളോടൊക്കെ പ്രതികരിക്കുന്ന തന്ത്രിമാരാണ്. അവർക്ക് പറഞ്ഞുകൂടെ? അവരാരോട് പറയാൻ? അവർ പറഞ്ഞ ആര് കേൾക്കാൻ? ഒരു കാര്യം തുറന്നു പറയാം. കേരളത്തില് നമ്പൂരി, ഹരിജൻ, ആദിവാസി ഇവരുടെ പരാതികൾ എവിടെയും എത്തില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും. ശരി, ഓക്കെ സദാശിവൻ, താങ്കൾ അങ്ങനെയൊക്കെയാണ് കരുതുന്നത്. പക്ഷേ അതിനകത്ത് താങ്കൾ പറഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.